വന്നേ പറ്റൂ. ചേട്ടൻ എന്തൊരു സ്മാർട്ടാ. മീശ വെച്ചൂടെ? മീശ വെക്കാനായിട്ടല്ല, വരാനായിട്ടാ. ചേട്ടൻ ബൈക്ക് ഓടിക്കാൻ അറിയോ? പിന്നെ എന്തേ? ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാ. നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്നാ. എന്തേ സ്വകാര്യം പറത്തിൽ ഇനി തീർന്നില്ലേ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു. അവള് വരും. അവള് മാത്രമല്ല, ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരെ കൂടി വിളിച്ചോ. ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ. നിന്നെ അധികം നേരം നിർത്തണില്ല, നിന്റെ ഷുഗർ കൂടും. അപ്പൊ വരട്ടെ. പിള്ളച്ചേട്ടൻ നേരെ നാട്ടിലേക്കല്ലേ? അല്ല, ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട്. ഇതെന്റെ ജാതകത്തിലുള്ളതാ. അല്ല, സാറ് വരണില്ലാവോ? അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ? തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗീതു, ഇയാൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ ഈ പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ടല്ലോ. ആ ചെവി ഇങ്ങോട്ട് തന്നെ മോനെ. പോടാ പട്ടി. ആ ചെവി ഒന്ന് തരൂ. പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമ്പോഴോ പിള്ളച്ചാട്ടാ. ഇത്തവണ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട്, കഥാപ്രസംഗം. അപ്പുറത്ത് രണ്ട് വായി നോക്കിയാലില്ലേ, ഗാനഭൂഷണം, കൊച്ചിൻ ബ്രദേഴ്സ് അവരുടെയാ. ഏയ് അതൊന്നും വേണ്ട. വേണം ഗീതു, അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല. ആ പാവങ്ങൾക്ക് ഒരു സഹായം അവിടെ എന്ന് കരുതിയാ. ഉയരം പൊങ്ങി മാറി സർപ്പുകളിൽ വാൾ വീശി ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. തീറ്റയാണെന്ന് അഭ്യാസം പറയരുത്. തുടരട്ടെ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നീ കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇതേതാ കോഴിക്കടകൻ? പൊരിച്ചു കോഴിയാട്ടാ ചെറിയ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി. ഇരുന്ന് വെട്ടി കിടന്നു വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മുതലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ഓ എന്റെ അമ്മോ, ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ. എന്റെ പാതി കാശ് ഞാനും ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി? അഴിച്ചു തുടങ്ങി. അതെ, കുളി തുടങ്ങിയോ? തുടങ്ങും. ഇനി ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അവര് ഡ്രസ് അയച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോണ. ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റും. അത് മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവരെപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വായിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളികൾക്ക് കുളിക്കട്ടെ. ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികള്. കിളികൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ടോ? പട്ടി. ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ, നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കും സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇഷ്ടപ്പെടുന്നു. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 സെന്റ് വരെ ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ബുക്കിംഗ് ആയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ, വല്ല ഡോക്ടേഴ്സിനെയും കാണിച്ചൂടെ? അതെ. അയ്യോ, ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കിയായിരുന്നു. ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് നിങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ, കൊച്ചിൻ ബ്രദേഴ്സ് ആണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവുന്നതുകൊണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. ഹോസ്റ്റലില്ല? ഹോസ്റ്റലില്ല, അല്ലല്ല, ഉത്സവത്തിന്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തിയായിട്ട് പറയാത്ത വൃത്തിയായിട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്നത് വൃത്തിയാണ്. അതെ. എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നു.
സ്പെഷ്യൽ ബോട്ടില് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥലാ, പുതുക്കോട്ട. അപ്പോ വരുമല്ലോ? തീർച്ചയായിട്ടും വരും, വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഈ അഡ്വാൻസ് ഒന്നും കൊണ്ടുപോകുന്നില്ലേ? അഡ്വാൻസോ? അയ്യോ, ഞങ്ങൾ കൊണ്ടുവന്നില്ല. അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി, അത് മതി. ശരി, അപ്പൊ വരട്ടെ. ശരി. അഡ്വാൻസ് കൊണ്ടുവരാതെ വന്നിരിക്കുന്നു. ഇത്രയും പെമ്പിള്ളേരെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. അതിന് കാരണമുണ്ട്. എന്താ ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്? അതിന് ആരാ ഗീതു നിനക്ക് അറിയാമോ? എനിക്കറിയാം. ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. പ്രേമോ? ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി. എന്റെ അച്ഛൻ